പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം. കെമിസ്ട്രി 3-ാം ചാപ്റ്ററിലെ ലെറ്റസസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റസസിലെ ചോദ്യങ്ങൾ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവ് നൽകും. അപ്പോൾ നമ്മൾ അത്തരം ചോദ്യങ്ങളാണ് ഒന്നാമത്തെ തൊട്ട് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഈ ചോദ്യോത്തരങ്ങൾ അറിയാം എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അതിനു മുമ്പ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ ഒരു കാര്യം പറയുകയാണ്. നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ക്ലാസ് ടീച്ചർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങാനായിട്ട് പറ്റും. പിന്നെ ടീച്ചറിനോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഫോൺ നമ്പരും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അതെടുത്ത് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ടീച്ചറിനോട് നേരിട്ട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാനുള്ള ഒരവസരവും കൂടി ഉണ്ടാകും. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം 4 A, B, C, D ഇങ്ങനെ 4 പാർട്ടായിട്ട് തരും. അതിന് 4നും ഓരോ മാർക്ക്. അങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇങ്ങനെ 4 ഭാഗങ്ങൾ തരുന്നതിൽ ഒരെണ്ണം മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിരിക്കും. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ നമ്മൾ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ചോദ്യത്തിന് നമുക്ക് മാർക്ക് വേണം. 9-ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ എടുത്ത് പഠിക്കാൻ ഇനിയൊട്ട് നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് അന്ന് പഠിക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ എളുപ്പ വഴിയിൽ ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിച്ച് തരികയാണ്. ഒരു ചെറിയ ചാർട്ടാണ് കാണിക്കുന്നത്. ആ ചാർട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ അടുത്ത് നിങ്ങൾ എപ്പോഴും കാണത്തക്ക രീതിയിൽ ഒട്ടിച്ചു വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. കാരണം ഇത് ഈ പുസ്തകത്തിലില്ല, 9-ലേ ഉള്ളൂ. ഇതാണ് ആ ചാർട്ട്. അതായത് ഒരു ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ ഇലമെൻസിനുണ്ടാകുന്ന ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 1-ാം ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഇലമെൻസിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതായത് എക്സാമ്പിൾ കൂടി ഓർത്തിരുന്നാൽ വളരെ നല്ലത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരെണ്ണം ഓർത്തിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സോഡിയത്തിന് സാധാരണ കോമ്പൗണ്ടുകളിൽ +1 സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്വഭാവം ഓർക്കാം. വേറെ ഒരെണ്ണം പൊട്ടാസ്യം +1. ഈ 2 എണ്ണം ഓർത്താൽ മതി. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2-വിൽ +2 വരുന്നത് 2 എണ്ണമാണ് ടീച്ചർ അതിൻ്റെയും എക്സാമ്പിൾ പഠിപ്പിക്കുന്നത്. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സാധാരണ കാൽസ്യം ഉള്ള കോമ്പൗണ്ടുകൾ. കാൽസ്യം കോമ്പൗണ്ടുകളിൽ +2 അഥവാ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. +2 2+നോ പ്ലസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടാൽ കുഴപ്പമില്ല. അടുത്തതായിട്ട് മഗ്നീഷ്യമാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ടീച്ചർ എക്സാമ്പിളായിട്ട് തരുന്നത്. മഗ്നീഷ്യം +2 2+നോ ഇടാം. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ ഓരോ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കൃത്യമായും പഠിച്ചു വെച്ച് ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിന് കോമൺ ആയിട്ട് ഉദാഹരണം 2 എണ്ണം തന്നു. ആ ഗ്രൂപ്പിന് +1 ആണ്. ഇവിടെ പ്ലസ് വരാൻ കാരണം ആ ആറ്റങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എഴുതി വെക്കാം. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയാണ്. ഒരു +1 എന്ന് കണ്ടാൽ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. +2 എന്ന് കണ്ടു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമെന്നും മനസ്സിലാക്കണം. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ 3 മുതൽ 12 വരെ 3, 4 തുടങ്ങി 12 വരെ അവയുടെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഡി ബ്ലോക്ക് ഇലമെൻസ് ആണ് അഥവാ ട്രാൻസിഷൻ ഇലമെൻസ് ആണ്. അവ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പല സമയത്തും പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതും നമുക്ക് 2 എണ്ണം എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കാം. എക്സാമ്പിളായിട്ട് ഡി ബ്ലോക്കിന് നിങ്ങൾ അയൺ Fe ചില സമയത്ത് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് 2+ സ്റ്റേറ്റും ചിലപ്പോൾ 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് Fe3+ ഉണ്ടാകുന്ന സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ മാംഗനീസ് ഒരേ ഇലമെൻറ്റ് തന്നെ മാംഗനീസ് 2+ ഉണ്ട്, മാംഗനീസ് 3+ ഉണ്ട്, മാംഗനീസ് 4+ ഉണ്ട്. അതായത് നമ്മൾ ഇതിനു മുമ്പ് പാഠം പഠിച്ചപ്പോൾ മാംഗനീസ് 7+ വരെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ
പ്രധാനപ്പെട്ടത് ടീച്ചർ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതും അയണിൻ്റെ നമ്മൾ പഠിച്ചായിരുന്നു Fe2+ഉം Fe3+ഉം പഠിച്ചായിരുന്നു. മാംഗനീസിൻ്റെ ചാർട്ട് എന്ന് മാംഗനീസിന് ഇങ്ങനെയും പഠിച്ചായിരുന്നു. അപ്പോൾ ഡി ബ്ലോക്ക് ഇലമെൻസിന് ആർക്കും ഇങ്ങനെ ഒരെണ്ണമായിട്ടല്ല, ഓരോ സമയത്തും ഓരോ രീതി. അയൺ തന്നെ 2 തരം, മാംഗനീസാണ് ഇഷ്ടം പോലെ തരം. അങ്ങനെ കാണിക്കുന്ന സ്വഭാവമാണ് 3 മുതൽ 12 വരെയുള്ള ഡി ബ്ലോക്ക് ഇലമെൻസിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമ്മളൊരു സ്വഭാവം കൂടി പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2വിനും ഓക്സിഡേഷൻ നമ്പർ മാറുക പോലുമില്ല. ആർക്കെടുത്താലും +1+1+1. അതിൽ 2 എണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്തതായിട്ട് 13ാം ഗ്രൂപ്പ്. 13ാം ഗ്രൂപ്പിൽ ഇലമെൻസിന് 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് ഉള്ളത് 13ാം ഗ്രൂപ്പിന്. അതിലും ടീച്ചർ ഒരു എക്സാമ്പിളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, ഒരുപാട് എക്സാമ്പിൾ ഒന്നും പറഞ്ഞ് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. അലുമിനിയം 3+ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അലുമിനിയം 3+, അതായത് അലുമിനിയം 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ്. 14 ഗ്രൂപ്പ് ഇലമെൻസിനൊക്കെ 4 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് +4. അതൊരെണ്ണം കാർബൺ മാത്രമാണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി 15ാം ഗ്രൂപ്പ് മുതൽ 15, 16, 17 നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത് പഠിക്കാനൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ട് ഞാൻ നോക്കിയിട്ട്. കാരണം ഇവിടെ +1, +2, +3, +4 എന്ന് ഈ ഓർഡറിൽ വന്നിട്ട് 3 മുതൽ 12 വരെ അവർക്കൊരു വ്യത്യാസമുണ്ട്. എങ്കിലും ആ ഓർഡറിൽ വന്നിട്ട് +4 വന്നിട്ട് പിന്നെ -3, -2, -1 കാണാതെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. 15ാം ഗ്രൂപ്പിന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സ്വീകരിക്കുന്ന സ്വഭാവമാണുള്ളത് 15ാം ഗ്രൂപ്പിന്. അതൊന്നും ചോദിക്കാനൊന്നുമില്ല, എങ്കിലും വെറുതെ ഒരെണ്ണം ഒരു സന്തോഷത്തിന് എഴുതിയിടുകയാണ്. നൈട്രജൻ -3. അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഗ്രൂപ്പായ 16ാം ഗ്രൂപ്പ് അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്സിജൻ മാത്രം പഠിച്ചാൽ മതി. ഓക്സിജൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ -2, അതാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ക്ലോറിന് ഉള്ള 17ാം ഗ്രൂപ്പ്, അതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾ ക്ലോറിൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ -1. അപ്പോൾ ഇത് ഈ നമ്പരും പഠിക്കണം. ഇവർക്കൊക്കെ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള, അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ട സ്ഥലത്ത് മുകളിൽ ഓക്സിഡേഷൻ നമ്പർ എഴുതാനായിട്ട് ഈ നമ്പറുകൾ ആവശ്യമുണ്ട്. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ചാർട്ട് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഈ ചാർട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അടുത്തതായിട്ട് 18ാം ഗ്രൂപ്പാണുള്ളത്. അതിൽ നോബിൾ ഗ്യാസിന് ഡൊണേറ്റ് ചെയ്യുന്നോ അക്സെപ്റ്റ് ചെയ്യുന്നോ സ്വഭാവം ഇല്ലാത്തതിനാൽ ഓക്സിഡേഷൻ നമ്പരൊന്നും പ്രത്യേകമായിട്ട് എഴുതണ്ട. ഇത് കൃത്യമായിട്ട് ഒരു ചാർട്ടായിട്ട് എഴുതി പഠിച്ചു വെക്കണം. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയമൊന്നും കളയണ്ട. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കുക എന്നുള്ള 4ാമത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ പഠിച്ചത് ആവശ്യം വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് കയറി അത് പറയാൻ പോകുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് ടീച്ചർ ആദ്യമേ തന്നെ പറഞ്ഞത്. അതുപോലെ മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ പഠിച്ച ചാർട്ട് ആവശ്യമുണ്ട്. ആ ചാർട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇനി നമുക്ക് 1ാമത്തെ പാർട്ട് തൊട്ട് ചെയ്തു തുടങ്ങാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദി ഇലമെൻറ്റ് എക്സ് ഹാവിങ് 3 ഷെൽസ്. ഇലമെൻറ്റിന് 3 ഷെൽസ് ഉണ്ട്. അത് 17ാം ഗ്രൂപ്പാണ്. ഇങ്ങനെ 2 ക്ലൂ ആണ് തന്നിരിക്കുന്നത്. 2 ക്ലൂവിൽ നിന്നും നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ നല്ല അറിവുണ്ടായിട്ട് എഴുതണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്തെല്ലാം അറിവ് കിട്ടണമെന്ന്, അറിവുണ്ടായിരിക്കണമെന്ന് ഉറപ്പിച്ച് വെച്ച് വേണം പഠിക്കാൻ. ഈസി ആയിട്ട് നമുക്കതൊന്ന് ചെയ്തെടുക്കാം. കൂൾ ഓഫ് ടൈമിൽ നമ്മൾ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതുന്നത് പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കതൊക്കെ കണ്ടുവെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പീരിയഡ് നമ്പർ ആദ്യമേ തന്നെ എഴുതുകയാണ്. 3 ഷെൽസ് ആണ് ഒരാറ്റത്തിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ആയിരിക്കും അതിൻ്റെ പീരീഡ്. പിന്നെ എവിടെയൊക്കെ പീരീഡ് കണ്ടോ നിങ്ങൾ 1 സെക്കൻഡ് താമസിക്കാതെ എത്ര ഷെൽസ് ഉണ്ടെന്ന് നോക്കുക. മാക്സിമം നമ്പർ ഓഫ് ഷെൽസ് അത് എത്രയാണ്? 3 ഷെല്ലാണുള്ളത്. അതുകൊണ്ട് ഇനി ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 മുതൽ 18 വരെ, 3 മുതൽ 12 വരെ ഡി കഴിഞ്ഞിട്ട് 13 മുതൽ 18 വരെ നമുക്ക് പി ബ്ലോക്കാണ്. അതുകൊണ്ട് ബ്ലോക്ക് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടായില്ല. അപ്പോൾ 2 മാർക്കായി. അടുത്തതായിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം ഇത്രയും ക്ലൂവിൽ നിന്ന്. അത് നമുക്കൊന്ന് നോക്കാം. അതിനൊരു ക്ലൂ അല്ലെങ്കിൽ ഒരു ടിപ്പ് ടീച്ചർ പറഞ്ഞു തരാം. ഇങ്ങനെ തന്നു കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഷെല്ലും സബ്ഷെല്ലും അതിലെ ഇലക്ട്രോണും ഇതിൽ നിന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ ക്ലൂവിൽ നിന്നും ലാസ്റ്റ് ഷെല്ലും സബ്ഷെല്ലും അതിലെ ഇലക്ട്രോണും എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം.
അങ്ങനെയാണ്. അതിനുശേഷം ലാസ്റ്റത്തെ എഴുതിയിട്ട് ഫ്രണ്ടിൽ എഴുതി ചേർക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞതോടുകൂടി അത് പി ബ്ലോക്കിലാണ്. ലാസ്റ്റ് സബ്ഷെല്ല് പി സബ്ഷെല്ലാണ്. അതുപോലെ തന്നെ അതിന് 3 ഷെല്ലുണ്ടെന്ന് പറഞ്ഞതോടുകൂടി 3ാമത്തെ ഷെല്ലിലെ പി ആണ് അതിൻ്റെ ലാസ്റ്റ് സബ്ഷെല്ല്. ഇപ്പോൾ ലാസ്റ്റിലേക്ക് എത്ര പെട്ടെന്നാണ് എത്തിയത്. 17 എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആയതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 3 ഷെല്ലുണ്ടെന്നത് പറഞ്ഞതോടുകൂടി അത് 3ലെ പി ആണെന്നും പറയാം. ഇനി 17 ആണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പിയിലെ ഇലക്ട്രോണിൻ്റെ 12 പ്ലസ് പിയിലെ ഇലക്ട്രോൺ ആണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ എത്ര കൂട്ടിയപ്പോഴാണ് 12നോട് 5 കൂട്ടിയാലാണ് 17 കിട്ടുന്നത്. പിയിലെ ഇലക്ട്രോൺ 5 ആണ്. 12നോട് 5 കൂട്ടിയാണ് 12 എന്ന നമ്പർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥിരസംഖ്യയായിട്ട് വെച്ചുകൊണ്ട് പിയിലെ ഇലക്ട്രോൺ എത്രയാണോ അത് കൂട്ടുമ്പോഴാണ് 17 കിട്ടുന്നത്. അപ്പോൾ പിയിലെ ഇലക്ട്രോൺ 5 ആയതുകൊണ്ടാണ് 12 5 17. ഇനി സുന്ദരമായിട്ട് എഴുതത്തില്ലേ, ലാസ്റ്റ് ഷെല്ലും സബ് ഷെല്ലും അതിലെ ഇലക്ട്രോണും കിട്ടി. ഇനി നമുക്ക് ഇതിന് മുമ്പോട്ട് എഴുതി ചേർത്താൽ പോരെ. അതിനുവേണ്ടി 1s2 അതിൽ നിറഞ്ഞിട്ടല്ലേ അടുത്തതിലെല്ലാം വന്നത്. ഇവിടം വരെ എത്തുന്നത് നിറഞ്ഞ് ചെയ്യുക. 2p6 3s2 ഇത്രയും സ്ഥലം വിടണ്ടായിരുന്നു. ഇത്രയും ഇത് ചേർത്ത് എഴുതിയാൽ മതിയായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും എന്നൊക്കെ മനസ്സിലായില്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ കൊണ്ടോ മറ്റോ നിങ്ങളുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ ഒരു സൈഡ് വർക്ക് പോലെ ഇങ്ങനെ എഴുതിയിട്ട് വൃത്തിയായിട്ട് എ എന്നിട്ട് ആൻസർ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്കതിൻ്റെ മാർക്ക് നല്ല വൃത്തിയായിട്ട് എഴുതിയതിൻ്റെ പേരിൽ നമുക്ക് കിട്ടും. ബിയും സിയും നമ്മൾ ചെയ്തു. അതിൻ്റെ ഡി ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡി എന്ന് ശ്രദ്ധിക്കുക. റൈറ്റ് മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് വെൻ എക്സ് റിയാക്ട് വിത്ത് വൈ. വൈ ബിലോങ്സ് ടു തേർഡ് പീരിയഡ് ആൻഡ് ഹാസ് 1 ഇലക്ട്രോൺ ഇൻ ദി ബി ഷെൽ. അപ്പോൾ നമുക്ക് മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കാനായിട്ട് വൈയെ കൂടി അറിയണം. എക്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലിട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. എക്സ് 17ാം ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ടീച്ചർ ഒരു ചാർട്ട് തന്നില്ലേ. ആ ചാർട്ടിൽ എക്സിൻ്റെ 17ാം ഗ്രൂപ്പ് അനുസരിച്ച് -1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി നമുക്ക് അതുപോലെ തന്നെ വൈയുടെ ഓക്സിഡേഷൻ നമ്പറും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ വൈക്ക് വേണ്ടിയുള്ള ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ക്ലൂ വൈ എന്ന് പറയുന്ന ആറ്റവും 3ാമത്തെ പീരീഡാണ്. അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ്. അപ്പോൾ 3 പിയിലാണ്. അതിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ വരും. വൈയുടെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു തന്നിരുന്നു ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി 12നോട് കൂടെ പിയിലെ ഇലക്ട്രോൺ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 13 കിട്ടി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 13 ആണെങ്കിൽ 13 ഗ്രൂപ്പെങ്കിൽ വൈയുടെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. വൈയുടെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എല്ലാം കിട്ടിക്കഴിഞ്ഞു. എക്സിൻ്റെ ഓക്സിഡേഷൻ നമ്പരും വൈയുടെ ഓക്സിഡേഷൻ നമ്പരും കിട്ടി. ഇനി നമ്മൾ ഡിയുടെ ആൻസർ എഴുതാൻ ഒറ്റ സ്റ്റെപ്പേ നമുക്കിനിയുള്ളൂ. ഓക്സിഡേഷൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിരുന്നു. 17ാം ഗ്രൂപ്പ് അന്ന് തിരിച്ചറിഞ്ഞോടെ ഇത് -1 എന്ന് എഴുതി വെച്ചു. വൈ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. 3 പീരീഡ് എന്ന് പറഞ്ഞപ്പം ലാസ്റ്റ് ഷെല്ല് 3, മാക്സിമം ഷെല്ല് 3. അത് പിയിലാണ് 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞുകൊണ്ട് പി 1 എന്ന് എഴുതി. 1 ആയതുകൊണ്ട് 12 1 13 എന്ന് ഗ്രൂപ്പ് എഴുതി. ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണെന്ന് എഴുതി. അതിനുശേഷം ഇത് ഡി എന്ന് പറയുന്നതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കാണോ പ്ലസ് ഉള്ളത് ആ ആളെ വേണം നമ്മൾ ആദ്യം എഴുതാൻ. എക്സും വൈയും ഉണ്ട്. അതിൽ വൈക്കാണ് പ്ലസ് ഉള്ളത്. അതുകൊണ്ട് വൈ വേണം നമ്മൾ
സോഡിയം ക്ലോറൈഡ്, സോഡിയം അല്ലേ ആദ്യം എഴുതുന്നത്, +1 സോഡിയം അല്ലേ ആദ്യം എഴുതുന്നത്, ക്ലോറിൻ രണ്ടാമതാണ് എഴുതുന്നത്. അതുകൊണ്ട് +ഉള്ള Y ആദ്യം എഴുതി, അതിനുശേഷം എക്സും എഴുതി, ശ്രദ്ധിക്കണം. അതിനുശേഷം എക്സിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ആ നമ്പർ മാത്രം വൈക്കും, വൈയുടേത് എക്സിനും കൊടുക്കുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്. പൂർണ്ണമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് Y 1 ആണെങ്കിൽ എഴുതേണ്ടതില്ല. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു YX3. ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ വൈയുടേത് എക്സിന് കൊടുത്തു, ചിഹ്നമില്ലാതെ, എക്സിൻ്റേത് വൈക്ക് കൊടുത്തു. അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതും, പരമാവധി വീഡിയോ വലുതാകാതിരിക്കാൻ വേണ്ടി ടീച്ചർ ഒരുപാട് നീട്ടി പറയുന്നുമില്ല. ടീച്ചർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ആൻസർ നേരിട്ട് അങ്ങ് പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞു തന്നാൽ ഏതെങ്കിലും ഒരു ഗൈഡിൽ നോക്കി എഴുതുന്നത് പോലെയേ ഉള്ളൂ. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് കൃത്യമായി അറിഞ്ഞ് എഴുതേണ്ടതിലേക്ക് വന്നത്. അപ്പോൾ ചോദ്യം അങ്ങനെ അറിഞ്ഞ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. ഇവിടെ നമുക്ക് കുറച്ച് സബ്ഷെല്ല് തന്നിട്ടുണ്ട്. അതിലേതാണ് പോസിബിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് 2വിന് 2s 2p ഉള്ളൂ, 2d ഇല്ല. അതുകൊണ്ട് 2d ആൻഡ് 3ക്ക് 3s 3p 3d വരെ ഉള്ളൂ, 3f ഇല്ല. അപ്പോൾ കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഷെല്ലിന് 2 സബ്ഷെല്ലേ ഉള്ളൂ, 2s ആൻഡ് 2p. തേർഡ് ഷെല്ലിന് 3 സബ്ഷെല്ലേ ഉള്ളൂ, 3s 3p 3d. അതാണ് അതിൻ്റെ റീസൺ. പാഠം പഠിച്ചപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചതാണ്. മെയിനായിട്ടുള്ള സെക്കൻഡ് ഷെല്ലിന് 2 സബ്ഷെല്ലേ ഉള്ളൂ, തേർഡ് ഷെല്ലിനാണെങ്കിൽ 3 സബ്ഷെല്ലേ ഉള്ളൂ. സബ്ഷെല്ലെല്ലാം ആ ഷെല്ലിൻ്റെ നമ്പറിന് തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3s 3p 3d ആണ് തേർഡിനുള്ളൂ, 2s 2p സെക്കൻഡിനുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ റീസൺ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചെയ്തതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചെയ്യാനുള്ളതാണ്. ദി പൊസിഷൻ ഓഫ് 2 എലമെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നില്ലേ, തേർഡ് പീരീഡ് ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് 2 ക്ലൂ തന്നിട്ടുണ്ട്. ആ ക്ലൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ABCD എന്ന് പറയുന്ന 4 പാർട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ 5 പാർട്ട് തന്നിട്ടുണ്ട്. സാധാരണ പരീക്ഷയിൽ 4 പാർട്ട് 5 പാർട്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1/2 മാർക്ക് വീതം ചില ക്വസ്റ്റ്യന് ഇടും. ഇങ്ങനെ നമുക്ക് എല്ലാ പാഠങ്ങളിൽ നിന്നും 4, നമുക്ക് ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെ ചോദ്യം വരെയാണ് മാക്സിമം ചോദിക്കുള്ളൂ, 5 അല്ലെങ്കിൽ 6. ആ ചോദ്യങ്ങൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷാ ചോദ്യങ്ങളുടെ വീഡിയോ ടീച്ചർ ചെയ്യാം. നിങ്ങളത് കൃത്യമായിട്ട് കാണുക, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ബൈ ദി കോമ്പിനേഷൻ ഓഫ് A ആൻഡ് B. എയും ബിയും സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒറിജിനൽ അല്ല. അത് വെച്ചുകൊണ്ട് നമ്മൾ മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ചെയ്യാം. ഒന്നാമത്തെ പാർട്ട് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് A ആൻഡ് B എന്നാണ്. എപ്പോഴും ഞാൻ ആദ്യവും പറഞ്ഞു, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഏറ്റവും നല്ല ടിപ്പ് അതിൻ്റെ ലാസ്റ്റ് സബ്ഷെൽ കണ്ടെത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ 4th പീരീഡ് A എന്ന് പറഞ്ഞതിന് 4th പീരീഡാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് 4 ആണ് വരിക. സെക്കൻഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന S ബ്ലോക്ക് ആണ്, അതുകൊണ്ട് S ആണ് വരിക. സെക്കൻഡ് ഗ്രൂപ്പിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസ്സിലെ ഇലക്ട്രോൺ ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എസ്സിലെ ഇലക്ട്രോൺ നോക്കിയിട്ടാണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനോടൊന്നും കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യണ്ട. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ എസ് ആയിരിക്കും, അതിൽ തന്നെ എസ്സിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും, അത് നിർബന്ധമാണ്. ഇനി നമുക്ക് എയ്ക്ക് വേണ്ടി ഇതിൻ്റെ മുമ്പിലേക്കുള്ളവയെല്ലാം എഴുതി ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി 1s2 2s2 2p6 3s2 3p6. അവസാന ഇലക്ട്രോൺ 3dയിലാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 3d ഇതിനിടയിൽ ഇല്ല. 3d ഇവിടെ ഉണ്ട്, ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് എഴുതുന്നില്ല. ഇതാണ് എയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ ബിയുടെയും നമുക്ക് എഴുതാം. ബി സെക്കൻഡ് പീരീഡ് ആണെന്ന് കണ്ടതോടുകൂടി ലാസ്റ്റ് ഷെല്ല്
ബിയുടേത് 2 ആയിരിക്കും ലാസ്റ്റ്. ഇതുപോലെ നമ്മൾ 4 എഴുതിയില്ലേ, പീരീഡ് ഏതാണെന്നുള്ളത് നോക്കിയാണ് ലാസ്റ്റ് ഷെല്ലിൽ ഇടുന്നത്. 16ാം ഗ്രൂപ്പാണെന്ന് കൊടുത്തിട്ടുണ്ട്. 16 പിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ 16 ഗ്രൂപ്പ് വരണമെങ്കിൽ പിയിലെ ഇലക്ട്രോണായ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12നോട് പിയിലെ ഇലക്ട്രോൺ കൂടാം. പിയിലെ ഇലക്ട്രോൺ 4 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് 16 കിട്ടുന്നത്. അങ്ങനെയാണ് 16ാം ഗ്രൂപ്പ് ഉണ്ടായത്. പിയിലെ ഇലക്ട്രോൺ 4 ആയതുകൊണ്ടാണ് അത് 16ാം ഗ്രൂപ്പ് ആയത്. അപ്പോൾ P4 ആയി. ഇനി ഇതിന് മുമ്പിലോട്ട് നമുക്ക് എഴുതി ചേർത്താൽ മതി ബിയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2s കഴിഞ്ഞാൽ 2p ആണ്. 2pയുടെ ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് 2p4. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങോട്ട് എഴുതി വെക്കുക എയും ബിയും. അടുത്തതായിട്ട് ബി. എയുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൻ്റെ എൻ വാല്യൂവും എൽ വാല്യൂവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ല് 4s ആണ്. 4sൻ്റെ എൻ വാല്യൂവും എൽ വാല്യൂവും കൃത്യമായിട്ട് എഴുതുക. എൻ വാല്യൂ എഴുതണം, എൽ വാല്യൂവും എയുടെ എഴുതണം. ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അണ്ടർലൈൻ ചെയ്തു. 4sൻ്റെ എൻ ആൻഡ് എൽ വാല്യൂ ഓഫ് 4s എഴുതിയാൽ മതി. അത് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്. n = 4. പിന്നെ നമ്മൾ എസിൻ്റെ അറിയാൻ വേണ്ടി നമ്മൾക്ക് 0 1 2 3 എന്നെഴുതി നമ്മൾ നോക്കാറുണ്ട്. എസ്, പി, ഡി, എഫ് എന്നിവയുടെ വിലകൾ 0 1 2 3 എന്നാണ്. അപ്പോൾ എൽ വാല്യൂ എന്ന് പറയുന്നത് എസിൻ്റെ എൽ വാല്യൂ ആണ് എഴുതേണ്ടത്. എൽ വാല്യൂ 0 ആണ്. അപ്പോൾ അതോടുകൂടി അതിൻ്റെ മാർക്കും നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം നിങ്ങൾ അല്പവും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. സി പാർട്ട് വന്നിരിക്കുന്നത്. ബിയുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉള്ള ബിയുടെ സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുണ്ട്? ഹൗ മെനി ഓർബിറ്റൽസ് ആർ ദെയർ ഇൻ ദി സബ്ഷെൽ ഓഫ് ബി ഹാവിങ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉള്ള സബ്ഷെൽ പി ആണ്. ആ പി സബ്ഷെല്ലാണ്. അതിന് എത്ര ഓർബിറ്റലുണ്ട്? ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റൽ കണ്ടുപിടിക്കുന്നത് ഇവിടെ പ്രത്യേക ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എം വാല്യൂവിൽ നിന്നാണ്. അപ്പോൾ പാവം കുട്ടികൾ എനിക്ക് വിചാരിക്കുവാണ് ഈ എം വാല്യൂ ഓർക്കണം, എൽ വാല്യൂ ഓർക്കണം. അടിസ്ഥാനമിട്ട് ആദ്യം തൊട്ട് വീഡിയോ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഇത് എളുപ്പമാണ്. എൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പി ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ പി ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അതോടെ ചേർത്തിട്ട് ഈ ക്ലാസ് ടീച്ചർ നിർത്തുവാണ്. ഇത്രയും 3 ചോദ്യം ആയപ്പോൾ തന്നെ അത്യാവശ്യം സമയം ആയിക്കഴിഞ്ഞു. അരമണിക്കൂർ എടുക്കും നമ്മൾ എന്തായാലും. ക്വസ്റ്റ്യൻ മനസ്സിലാകാൻ ഒന്നുകൂടി പറയുകയാണ്. ബിയുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉള്ള സബ്ഷെല്ലിൻ്റെ ഓർബിറ്റൽ എത്ര? ഹൗ മെനി ഓർബിറ്റൽ എന്ന് പറയുക. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വളരെ സമാധാനമായിട്ട് പിയുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഹാവിങ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉള്ള ഇത് കണ്ടു. അപ്പോൾ പി ആണെന്ന് മനസ്സിലായി. സി ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. പി ആണ് സബ്ഷെല്ല്. പി സബ്ഷെല്ലിൻ്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ എഴുതേണ്ടത് എം വാല്യൂ എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് പിയുടെ എൽ വാല്യൂ ആണ്. പിയുടെ എൽ വാല്യൂ 1 ആണ്. അപ്പോൾ എം വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് കിട്ടും. അത് കണ്ടുപിടിക്കുന്നത് 2l+1 എന്നുള്ള വില ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് 2 × 1 കിട്ടും. അങ്ങനെ 2 × 1 2 തന്നെ, 2+1 = 3. ഇപ്പോൾ നമുക്ക് m = 3 എന്ന് കിട്ടി. കണ്ടോ, ഇവിടെ m കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. m = 3 എന്ന് കിട്ടി. നിങ്ങളൊന്നും നോക്കണ്ട. എമ്മിന് എത്ര വിലയാണോ അത്ര ഓർബിറ്റൽ ഉണ്ടാവും. പിയുടെ വില 1 ആണ്. നമുക്ക് വെല്ലിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ എമ്മിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള സമവാക്യം 2l+1 ആണ്. ആ 2l+1 ഇത് കൊടുത്തു, 3 എന്ന് കിട്ടി. എൽ 1 ആകുമ്പോൾ എമ്മിന് 3 ആയിരിക്കും വില, അല്ലെങ്കിൽ എൽ 1 ആകുമ്പോൾ പി ആയിരിക്കും സബ്ഷെല്ല്. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണം. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചറിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുകൂടാതെ നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്തിട്ട് ടീച്ചറിനോട് നേരിട്ട് സംശയം ചോദിക്കാനും അവസരമുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പരും ഫോൺ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ എയുടെ ഓക്സിഡേഷൻ നമ്പർ
അറിയണം. അതുപോലെ ബിയുടെയും ഓക്സിഡേഷൻ നമ്പർ അറിയണം. ഓക്സിഡേഷൻ നമ്പർ അറിയാൻ വേണ്ടി എ ഏത് ഗ്രൂപ്പാണെന്നും ബി ഏത് ഗ്രൂപ്പാണെന്നും ആദ്യം അറിയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ ആദ്യം ഗ്രൂപ്പ് അറിയണം. ഗ്രൂപ്പ് അറിഞ്ഞപ്പോൾ ഇത് സെക്കൻഡ് ഗ്രൂപ്പാണ്. എ സെക്കൻഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബി 16ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഉള്ള അത് ആദ്യം എഴുതുക. ഇനി ഫോർമുലയിലേക്ക് കടക്കുകയാണ്. നേരെ നിങ്ങൾ ഫോർമുല എന്ന് എഴുതുക. പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്ന് ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നത് എഴുതുക. എന്നിട്ട് ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് ചാർജ് ഇല്ലാതെ എഴുതുന്നു. ഒരുപോലെ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് മിനിമൈസ് ചെയ്ത് എഴുതേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു AB. അതായത് ഇതിനെയും 2 കൊണ്ട് ഹരിച്ചു, ഇതിനെയും 2 കഴിച്ചാൽ A1 B1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് A1 ആണെങ്കിലും 1 എഴുതേണ്ടതില്ല, B1 ആണെങ്കിലും എഴുതേണ്ടതില്ല, AB എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല അറിയണം, ഗ്രൂപ്പ് അറിയണം, ഓക്സിഡേഷൻ നമ്പർ അറിയണം. ഓക്സിഡേഷൻ നമ്പർ എയുടേത് ബിക്കും ബിയുടേത് എയുടെയും താഴെ ഇങ്ങനെയായിട്ട് എഴുതണം. ഒരുപോലെയാണെങ്കിൽ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് 1 1 എന്നാക്കി. അപ്പോൾ 1 ആണെങ്കിൽ എഴുതണ്ട, AB എന്ന് കിട്ടി. അടുത്ത ചോദ്യം, എന്ത് തരം കെമിക്കൽ ബോണ്ടാണ് ഇവിടെ ഈ കോമ്പൗണ്ടിലുള്ളത്? AB എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എന്ത് തരം കെമിക്കൽ ബോണ്ടാണുള്ളത്? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിനൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളിവിടെ എഴുതി വെക്കണം. കെമിക്കൽ ബോണ്ട് ഒക്കെ ചോദിച്ചാൽ എങ്ങനെയാണ്? കെമിക്കൽ ബോണ്ട് 2 തരമേ ഉള്ളൂ, അയണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും. അയണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും 2 ബോണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിനൊരു ക്ലൂ ആണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ശ്രദ്ധിക്കുക, 2 16 നല്ല അകലമുള്ള ഗ്രൂപ്പുകൾ. സോഡിയവും ക്ലോറിനും, സോഡിയം 2ാം ഗ്രൂപ്പ്, ക്ലോറിൻ 17ാം ഗ്രൂപ്പ്. അങ്ങനെ അകലമുള്ള ഗ്രൂപ്പുകൾ വന്നാൽ അയണിക് കോമ്പൗണ്ട്, അകലമുള്ള ഗ്രൂപ്പുകൾ വന്നാൽ അയണിക് കോമ്പൗണ്ട്, അടുത്തുള്ള ഗ്രൂപ്പുകൾ വന്നാൽ അത് കോവലന്റ് കോമ്പൗണ്ട്. അതുകൊണ്ട് ഇവിടെ 2 16 എന്ന് പറയുന്ന വളരെ അകലെയുള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇത് അയോണിക് കോമ്പൗണ്ട്, അയണിക് ബോണ്ട് ആണുള്ളത്. ഈ കോമ്പൗണ്ട് ഒരു അയണിക് കോമ്പൗണ്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതുകൊണ്ടും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതി, ഷോർട്ടായിട്ട് എഴുതി എലിമെൻസിൻ്റെ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെറുതെ ഒന്ന് നമുക്ക് ആറ്റോമിക് നമ്പർ ഒന്ന് നോക്കിയേക്കാം. നിയോണിന് 10 ആണെന്ന് എല്ലാവരും ഓർത്തു വെക്കണം. ആർഗണിന് 18 ആണെന്ന് ഓർത്തു വെക്കണം. ഹീലിയത്തിന് 2 ആണെന്ന് ഓർത്തു വെക്കണം. ഇങ്ങനെ നോബിൾ ഗ്യാസിനെല്ലാം എന്താണെന്ന് ഒത്തിരി എണ്ണത്തിൻ്റെ അറിയണ്ട. പ്രധാനമായും 10, 18, 2. ഇനി ഇതും കൂടെ ചോദിച്ചു, ഇത് ഇത്രയും കൂട്ടി ചോദിക്കുമെന്ന് ടീച്ചർ പോലും ഓർത്തിട്ടില്ല. 36, ഈ ക്രിപ്റ്റന് 36. അപ്പോൾ അത്രയും വരെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലോട്ട് എഴുതി ചേർത്താൽ മതി. എളുപ്പമുള്ളത് ആദ്യം പറയാം. ഹീലിയം ആകെ 2 എണ്ണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2s1ൻ്റെ ഫ്രണ്ടിൽ 1s2 2s1. അപ്പോൾ ഇത് ഫുള്ളായി. അതുപോലെ തന്നെ ഇത് നമുക്ക് എഴുതാനായിട്ടും എളുപ്പമാണ്. 1s2 2s2 2p6 3s2 3p6. അവസാനത്തേതാണ് ഈ തന്നേക്കുന്നത്. ഈ 10 വരെ 10 ഇലക്ട്രോൺ, നിയോണിൻ്റെ 10 ഇലക്ട്രോൺ നമ്മളിവിടെ എഴുതി ചേർക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ 1s2 2s2 2p6. ആർഗൺ നമുക്ക് 18 എണ്ണം എഴുതേണ്ടി വരും. അപ്പോൾ 1s2 മുതൽ 3p6 വരെ എഴുതി നമുക്ക് ബാക്കി 3d2 4s2 എന്ന് ചേർക്കണം. അപ്പോൾ ആർഗൺ 18 എണ്ണം വേണം. അപ്പോൾ നമുക്ക് നോക്കാം. 1s2 2s2 2p6 10 എണ്ണമായി. ഇങ്ങനെ കൂട്ടി നോക്കി 2 2 4 6 10 18 എണ്ണം വേണം. 3s2 10 എണ്ണമായിരുന്നേ. 3p6 കൂടെ വന്നപ്പം നമ്മൾ ആർഗൻ്റെ 18 എഴുതി. പിന്നെ ഇവിടെ മിച്ചം അവരും കൂടെ തന്നേക്കുന്നതും കൂടെ എഴുതുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. 4s2 ഇവിടെ നമുക്ക് 36 എണ്ണം എഴുതേണ്ടി വരുന്നുണ്ട്. 36 വരെ. ഇപ്പോൾ നമ്മൾ ഇവിടം വരെയൊക്കെ എഴുതിയില്ലേ, ഇനി അല്പോടെ എഴുതാനേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടാണ്. നോക്കിക്കേ, 3d10 ഒക്കെ വരെയായി. 3d10ന് ശേഷം 4s2 നിറഞ്ഞു. 4s2 നിറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഉണ്ട്. 3s2 നിറഞ്ഞു.
3p6 നിറഞ്ഞു എന്ന് പറഞ്ഞാൽ 4p6 നിറഞ്ഞിട്ട് അടുത്തത് 4Dയിലേക്ക് പോകാതെ, പണ്ട് ഓർക്കുന്നില്ലേ, 3Dയിലേക്ക് പോകാതെ നമുക്കിപ്പോൾ ഇതുകൊണ്ട് തന്നെ 36 തികഞ്ഞു. ഇനി നമുക്ക് 3Dയിലേക്ക് പോകാതെ 5s2 എന്നുകൂടിയാണുള്ളത്. ഇത് അല്പം ഡിഫിക്കൽറ്റി ലെവലാണ്. ഇത്രയും വരെ നമ്മളോട് ചോദിക്കുമെന്ന് ടീച്ചറിന് പോലും സംശയമുണ്ട്. നിങ്ങൾ എന്തായാലും ഈ 3 എണ്ണത്തിൻ്റെ പഠിച്ചു വെക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുകയെന്നാണ് ടീച്ചറിൻ്റെ ഒരു വിചാരം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ യഥാർത്ഥ സിമ്പിൾസ് ഒന്ന് കണ്ടുപിടിക്കാമോ എന്നാണ്. അങ്ങനെ യഥാർത്ഥ സിമ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ നോക്കുന്നു. ഇപ്പോൾ 2, 1, 3. 3 ആറ്റോമിക് നമ്പർ ഉള്ളത് ലിഥിയമാണ്. അതുപോലെ ഇവിടെ 10, 2, 12, 6, 18. 18 ഇലക്ട്രോൺ ഉള്ള ഇത് ആർഗണാണ്. അതുപോലെ 18, 2, 20, 2, 22 ടൈറ്റാനിയം 22. ആറ്റോമിക് നമ്പർ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഏത് ആറ്റമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ളത് നിങ്ങൾ ഇതിൻ്റെ 36, 2, 38 എന്ന് കൂട്ടിയിട്ട് അത് ഏത് ആറ്റമാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, നേരിട്ട് സംശയങ്ങൾ ചോദിക്കാം. ബാക്കിയുള്ള ടീച്ചറെ ലെറ്റേഴ്സസ് എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ തീർക്കണമെന്നായിരുന്നു ടീച്ചറിൻ്റെ ആഗ്രഹം. പക്ഷേ ടീച്ചർ പറയാതെ അതെ സ്കിപ്പ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒന്നും ആവില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാനെല്ലാം വിശദമായി പറഞ്ഞതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ബാക്കി ലെറ്റേഴ്സോടെ ചെയ്യേണ്ടതുണ്ട്. പരീക്ഷാ ചോദ്യമാണ്. നിങ്ങൾ മടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതും കൂടെ കണ്ടിട്ട് എഴുന്നേറ്റ് പോയാൽ മതി പഠിക്കുന്നിടത്ത് നിന്നും. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം. സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ.